ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കടുകുമണി എന്ന ഈ ശുശ്രൂഷയുടെ ഭാഗമായി ഇന്നത്തെ നമ്മുടെ ധ്യാനം വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളാണ്. അതിൽ ആദ്യ ഭാഗം മാത്രം നമുക്കിന്ന് ധ്യാനിക്കാം. യേശു 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. താബോർ മലയാണിത്. ഇവരെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി. 12 പേര് അപ്പസ്തോല ഗണത്തിലുണ്ട്, 72 പേരുടെ മറ്റൊരു ഗണമുണ്ട്, പിന്നെ ശിക്ഷ സമൂഹം പലരുമുണ്ട്, പല സ്ഥലങ്ങളിലായിട്ട്, സ്ത്രീകളടക്കം. പക്ഷേ ഈ അപ്പസ്തോല സമൂഹത്തിൽ നിന്ന് 3 പേരെ മാത്രം ഈശോ തിരഞ്ഞെടുക്കുന്നു. അവർക്ക് 3 പേർക്കും അവരുടേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്. പത്രോസിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിലായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതായത് യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ വാർത്ത കേട്ടപ്പോൾ അങ്ങനെ പീഡ സഹിച്ച് മരിക്കേണ്ടി വരും, അവൻ വധിക്കപ്പെടേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അതിന് തടസ്സം നിന്ന ആ സ്നേഹം അവൻ അറിഞ്ഞില്ല. അത് ദുരാത്മാവിൻ്റെ സ്വാധീനത്തിലോ തൻ്റെ മാനുഷികമായ ചിന്താഗതിയിലുണ്ടായൊരു അബദ്ധമാണെന്ന് അറിഞ്ഞില്ല. പക്ഷേ ഈശോ അത് തിരുത്തിയെടുത്തു. പക്ഷെ ആ പത്രോസ് 3 തവണ യേശുവിനെ തള്ളി പറഞ്ഞിട്ട് പോലും, വീണിട്ട് പോലും എഴുന്നേറ്റ് അനുതപിച്ച് ഈ ആത്മീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൻ്റെ അവരോധിക്കപ്പെടുന്ന വലിയൊരു അത്ഭുതം അവിടെ കാണുകയാണ്. കുരിശിൻ്റെ വഴി 14 സ്റ്റേഷൻസ്, 14 സ്ഥലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് സഭ. ഈ 14 സ്ഥലങ്ങളിൽ ഈശോ 3 തവണ വീഴുന്നു എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. അങ്ങനെ 3 തവണ വീണു എന്ന് ബൈബിളിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഈശോ 3 തവണ വീണു എന്ന് ഇവിടെ ധ്യാന വിഷയമാക്കാൻ കാരണം? ഈശോ 3 ആയിരിക്കില്ല, പലതവണ വീണിട്ടുണ്ടായിരിക്കുമെന്നാണ് ബൈബിൾ പണ്ഡിതന്മാരും അതുപോലെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നവരും പറയുന്നത്. പക്ഷെ 3 തവണ വീണു എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലൊരു സന്ദേശമുണ്ട്. നമ്മുടെ ബലിജീവിതം നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബലി പൂർത്തിയാക്കുന്നതിന് മുൻപ് നമ്മളൊക്കെ വീണു എന്ന് വരാം. എത്ര ബലമുള്ളവരാണെങ്കിലും, എത്ര ആത്മീയ പരിപക്വത പ്രാപിച്ചവരാണെങ്കിലും വീണു എന്ന് വരാം. വീഴണമെന്ന് നിർബന്ധമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, വീഴാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ മാനുഷികമായ മനസ്സിൻ്റെയും നമ്മുടെ അറിവിൻ്റെയും നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ ബലത്തിൻ്റെയും ചില ആലോചനകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള തെറ്റുപറ്റുള്ള സാധ്യതകളൊക്കെ മേഖലയിലായതുകൊണ്ട് എപ്പോൾ വേണേലും നമ്മളൊക്കെ വീഴാം. പക്ഷേ വീണു എന്നുള്ളതിലല്ല, വീണിടത്ത് കിടക്കാതെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു എന്നുള്ളതിലാണ് പുണ്യമിരിക്കുന്നത്. അവിടെയാണ് ദൈവപൈതലാകുന്നത്. പത്രോസ് അതിനൊരു വലിയ ദൃഷ്ടാന്തമാണ്. പത്രോസിന് വീഴ്ച പറ്റി. ഈശോ 3 തവണ വീണിട്ട് എഴുന്നേറ്റു, യാത്ര തുറന്ന് ബലി പൂർത്തിയാക്കിയെന്ന് കുരിശിന് വഴി നമ്മൾ ധ്യാനിക്കുന്നത് പോലെ പത്രോസിന് വീഴ്ച പറ്റി. ഇടയ്ക്കൊക്കെ അധികാര തർക്കങ്ങൾ ഇവർ തമ്മിലൊക്കെ ഉണ്ടായിരുന്നു, നമുക്കറിയാം. പക്ഷേ യേശുവിനോട് നിഷ്കളങ്കമായ സ്നേഹവും യേശുവിനുള്ള വിശ്വാസവും പത്രോസിനുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ പത്രോസ് പല നടപടികളും മനുഷ്യമായിട്ട് എടുക്കുകയും ചെയ്തു. ആ പത്രോസാണ് തൻ്റെ താബോർ അനുഭവത്തിൻ്റെ ആ ഒരു കൂട്ടായ്മയിലേക്ക് ഉയർത്തപ്പെട്ടത്. അപ്പോൾ പത്രോസ്. ഇനി രണ്ടാമത് നമ്മൾ കാണുന്നു യാക്കോബ്. യാക്കോബിനെ കുറിച്ച് പറയുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന, വളരെയേറെ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ നേതൃത്വത്തെ അനുസരിക്കാനും അവരോട് സഹകരിക്കാനും പറ്റാത്ത അവസ്ഥയിൽ, മാനസികാവസ്ഥയിലും ബന്ധത്തകർച്ചയിലും കഴിയുന്നവർക്ക് വേണ്ടിയുള്ളൊരു ചിന്തയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നേതൃത്വത്തിൽ ഇരിക്കുന്നവരുടെ കുറവുകൾ നോക്കി, അവരുടെ നിറവില്ലായ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ തന്നെ തെറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു അബദ്ധം നമുക്കുണ്ടാകാം. പക്ഷേ ആദ്യത്തെ സഭയുടെ സൂനോഹദോസ് ജെറൂസലേം സൂനോഹദോസാണ്. അത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 15-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടെ മറ്റ് വിജാതീയ മതങ്ങളിൽ നിന്ന്, പേഗൻ സമൂഹങ്ങളിൽ നിന്ന് വരുന്ന ക്രൈസ്തവർ പരിച്ഛേദന സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം തർക്ക വിഷയമായിരിക്കുകയാണ്. അപ്പോൾ യഹൂദരിൽ നിന്ന് ക്രൈസ്തവരായവർ
സർക്കംസെക്ഷൻ എന്ന് പറയുന്ന പരിച്ഛേദനം നടത്തിയിട്ടേ മാമോദിസ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നവരായിരുന്നു. അവരുടെ എണ്ണം വളരെയേറെ ഉണ്ടായിരുന്നതാനും ആ കാലത്ത്. പക്ഷേ പത്രോസിലൂടെയും പൗലോസ്ലീഹായിലൂടെയും ഒത്തിരി പേര് വിജാതീയ സമൂഹങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർക്ക് അത് സ്വീകാര്യമായിരുന്നില്ല. ഇതിനെതിരെയാണ് പൗലോസ്ലീഹ ഏറ്റവും കൂടുതൽ വാദിച്ചിരുന്നത്. അങ്ങനെ ഒരു തർക്കത്തിൻ്റെ സമയത്താണ് ഇവരെല്ലാവരും കൂടി ഒരു പൊതു സൂനോഗദോസ് കൂടി. ആ സൂനോഗദോസിൽ പത്രോസ്ലീഹായ്ക്ക് കിട്ടിയ ദൈവിക വെളിപാടിൻ്റെ ആഴമെന്തെന്ന് പത്രോസ്ലീഹ പ്രസംഗ മധ്യം സൂചിപ്പിച്ച് കഴിഞ്ഞപ്പോൾ യാക്കോബ് സ്ലീഹ ഇതാ എന്ത് ചെയ്തു എന്ന് കണ്ടോ? 13-ാം അധ്യായത്തിൽ യാക്കോബ് സ്ലീഹ എന്തു ചെയ്തു എന്ന് നമ്മൾ കാണുകയാണ്. 15-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം. അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ യാക്കോബ് പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. തൻ്റെ നാമത്തിനു വേണ്ടി വിജാതീയരിൽ നിന്ന് ഒരു ജനത്തെ തിരഞ്ഞെടുക്കാൻ ദൈവം ആദ്യം അവരെ സന്ദർശിച്ച് എങ്ങനെയെന്ന് ശിമിയോൻ പത്രോസ് വിവരിച്ചുവല്ലോ. പ്രവാചകന്മാരുടെ വാക്കുകൾ ഇതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഇതിന് ശേഷം ഞാൻ തിരിച്ചു വരും, ദാവീദിൻ്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പണിയും, അതിൻ്റെ നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് ഞാൻ അതിനെ പുതുക്കി പണിയും, അതിനെ ഞാൻ വീണ്ടും ഉയർത്തി നിർത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, ശേഷിക്കുന്ന ജനങ്ങളും എൻ്റെ നാമത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിജാതീയരും കർത്താവിനെ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണിത്. അവിടുന്ന് പുരാതന കാലം മുതൽ അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ദൈവത്തിലേക്ക് തിരിയുന്ന വിജാതീയരെ നാം വിഷമിപ്പിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ അവർ വിഗ്രഹാരാധന സംബന്ധിക്കുന്ന മാലിന്യത്തിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും കഴുത്തിഞ്ഞരിച്ചു കൊല്ലപ്പെട്ടവയിൽ നിന്നും രക്തത്തിൽ നിന്നും അകന്നിരിക്കാൻ അവർക്ക് എഴുതണം. എന്നാൽ തലമുറകൾക്ക് മുമ്പ് തന്നെ എല്ലാ നഗരങ്ങളിലും മോശയുടെ നിയമം പ്രഘോഷിക്കുന്ന ചിലരുണ്ടായിരുന്നു. എല്ലാ സാപത്തിലും സിനഗോഗുകളിലും അത് വായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ട് പത്രോസ്ലീഹ പറയുന്നതാണ് കാര്യമെന്ന് തിരിച്ചറിയാനായിട്ട് പ്രത്യേകമായിട്ട് അഭിഷേകവും എളിമയുണ്ടായിരുന്നയാളാണ് യാക്കോബ്. അപ്പോൾ യാക്കോബിനെ പോലെയുള്ളവരുടെ എണ്ണം കുറയുമ്പോഴാണ് സഭയുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ പറ്റാത്ത വലിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകുന്നത്. സഭാ നേതൃത്വം അവർ തെറ്റുകളുള്ളവരും കുറവുകളുള്ളവരും ബലഹീനതയുള്ളവരും ആയിരിക്കാം. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ, അവർ നമ്മുടെ മുമ്പിൽ വെക്കുന്ന കാര്യങ്ങൾ, അവർ നൽകുന്ന നേതൃത്വം അത് ദൈവത്തിൽ നിന്നാണോ? ദൈവം കൊടുത്തൊരു അധികാരമാണെങ്കിൽ, ദൈവം ഒരാളെ അധികാരിയാക്കിയതാണെങ്കിൽ ആ നേതൃത്വത്തിലിരിക്കുന്ന ആളെ അനുസരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെയാണ് അനുസരിക്കുന്നത്. ഇനി ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ചില അധികാരികൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരല്ലെന്ന്. പക്ഷെ നമ്മൾ അവിടെ ഒരു പൊതുസമൂഹത്തിൽ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം ആ വ്യക്തിയെയും വിശുദ്ധീകരിക്കും, നമ്മളെയും വിശുദ്ധീകരിക്കും. അനുസരിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ നമ്മൾ തകർന്നു പോകും. ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, ദൈവത്തെ നിയോഗിക്കപ്പെടാത്ത ഏതെങ്കിലും ഒരു അധികാരി നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ, ഏത് മേഖലയിലുള്ള ആളാകട്ടെ, അയാളോട് സഹകരിക്കാതെ ആ അധികാരിയെ വിമർശിച്ചും തള്ളിപ്പറഞ്ഞും ഒരു കൂട്ടായ്മയുടെ മുന്നേറ്റം തടസ്സപ്പെടുത്തുമ്പോൾ അയാൾ ഒരുപക്ഷെ നശിക്കും, നമ്മൾ നശിക്കും. എന്നാൽ നമ്മൾ ദൈവമാണ് അയാളെ നിയോഗിച്ചതെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ അവിടെ ദൈവം ഇടപെട്ടുകൊള്ളും. അതിലൂടെ നമ്മുടെ അനുസരണത്തിലൂടെ ഒരുപക്ഷെ ആ വ്യക്തിക്ക് മാറ്റം ഉണ്ടായെന്ന് വരാം. അങ്ങനെ രണ്ടു കൂട്ടർ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. വലിയ ക്രൈസിസിൻ്റെ എല്ലാ മേഖലകളിലും ഈ യാക്കോബ് നമ്മുടെ മുമ്പിലൊരു മാതൃകയാണ്. യാക്കോബ് എൻ്റെ സപ്പോർട്ടാണ് ആ ജെറൂസലേം സൂനോഗദോസിൽ ഒരു ഐക്യകണ്ഠേന ഒരു തീരുമാനമെടുക്കാനായിട്ട് ഇടവന്നത്. ഇനി മൂന്നാമത്തെ ഒരാളുണ്ട്, ആളുടെ പേര് യോഹന്നാൻ എന്നാണ്. വെളിപാട് സ്വീകരിക്കുന്നതിലും യേശുവിൻ്റെ ചങ്കൽ ചാരിക്കിടന്ന് സ്നേഹം സ്വീകരിച്ച സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കുന്നതിലും നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ട് നിൽക്കുന്ന ആളാണ് യോഹന്നാൻ. ഈ 3 പേരെയാണ് ഈശോ തൻ്റെ താബോർ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. നമ്മളെ ദൈവം ഇതുപോലുള്ള അതിസ്വാഭാവികമായ തലങ്ങളിലേക്ക് ഉയർത്തണമെങ്കിൽ നമ്മൾ ഈ പത്രോസിനെ പോലെ, യാക്കോബിനെ പോലെ, യോഹന്നാനെ പോലെയുള്ള വിശേഷവിദ്യയായിട്ടുള്ള അനുഗ്രഹം പ്രാപിക്കുന്നവരും അഭിഷേകമുള്ളവരും സഹകരിക്കുന്നവരുമാകണം. ഈ 3 പേരുടെ മുമ്പിലാണ് ഈശോ തൻ്റെ മറുരൂപം വെളിപ്പെടുത്തി കൊടുത്തത്. ഈശോ ദൈവപുത്രനാണ്, അല്ലെങ്കിൽ ദൈവത്തെ അയക്കപ്പെട്ടവനാണെന്ന് അവർക്ക് ബോധ്യം വരികയും അത് ലോകത്തോട് മുഴുവനും വിവരിക്കാൻ അവസരം ഉണ്ടാവുകയും ചെയ്ത ആ സംഭവത്തിലൂടെയാണല്ലോ നമുക്ക് പത്രോസിനെ പോലെയും
യാക്കോബിനെ പോലെയും യോഹന്നാനെ പോലെയും വിശ്വാസത്തിലും സ്നേഹത്തിലും നിഷ്കളങ്കതയിലും സമർപ്പണത്തിലും അതുപോലെ അനുസരണയിലും സ്നേഹം സ്വീകരിച്ച് പങ്കുവെക്കുന്നതിലും ഒക്കെ മാതൃക നൽകുന്നവരായി മാറാം. ഈശോയെ പത്രോസിനെ പോലെ, യോഹന്നാനെ പോലെ, യാക്കോബിനെ പോലെ അങ്ങയോട് ചേർന്നിരിക്കുവാൻ, അങ്ങയുടെ ദിവ്യ മഹത്വത്തിലേക്ക് ഞങ്ങളെ തന്നെ ഞങ്ങൾ വളർന്നു വരുവാൻ തക്കവിധം ഞങ്ങളെ സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആ സമർപ്പണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ മാനുഷിക ബലഹീനതയും ഞങ്ങളെ മോചിപ്പിക്കണമേ. എല്ലാ മേഖലകളിലും അങ്ങയോട് ചേർന്നിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.